നമ്മുടെ പ്രിയപ്പെട്ട നടൻ ഇന്നസെന്റ് ഒരു വീട് വെച്ചു. വീട് വെച്ച് കഴിഞ്ഞപ്പോൾ ആ വീടിന് കപ്പേളയുടെയും അമ്പലത്തിൻ്റെയും ഒക്കെ സാദൃശ്യമുണ്ടെന്ന് ചില ആളുകൾ പറയാൻ തുടങ്ങിയത്. ചിലർ പറഞ്ഞു ഈ വീടിൻ്റെ മട്ടും മാതിരി കണ്ട് പലരും ഇങ്ങനെ പറയാൻ തുടങ്ങി. എന്തിനാ ഇങ്ങനൊരു വീട് വെച്ചതെന്ന് പലരും ഇന്നസെന്റിനോട് ചോദിച്ചു. ഇന്നസെന്റ് ഇത് കേട്ട് കലിപ്പായി. ഇവർക്കാർക്കും ഒരു നഷ്ടമില്ലല്ലോ, പണം മുടക്കിയത് താനല്ലേ. എന്നാലും ഇങ്ങനെ ചോദിക്കുന്നവരുടെ ഇന്നസെന്റ് പറയും, അതിപ്പോൾ ഒരു കപ്പേളയുടെയോ അമ്പലത്തിൻ്റെയോ മാതിരി തോന്നിയിട്ട് ആർക്കെങ്കിലും 10 പൈസ ഇടാൻ തോന്നിയോ? കാശില്ലാത്ത കാലത്ത് അതുകൊണ്ട് ജീവിക്കാമല്ലോ. ഈ സങ്കടം ഒരിക്കലും ഇന്നസെന്റ് നെടുമുടി വേണുമായി പങ്കുവച്ചു. ഇതിപ്പോൾ വലിയ ശല്യമായി വീണു. എന്താ ഇപ്പോൾ ഇതിനൊരു പേരിടുക? ആളുകൾ ഇങ്ങനെ ഓരോ ദിവസം വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. വേണിച്ചേട്ടൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പാർപ്പിടം എന്നങ്ങ് കിട്ടാലോ, പാർപ്പിടം. അപ്പോൾ പിന്നെ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. അങ്ങനെ ഇന്നസെന്റിൻ്റെ വീടിൻ്റെ പേര് പാർപ്പിടം എന്നായി. മറ്റുള്ളവരുടെ സ്വകാര്യത്തിലും ജീവിതത്തിലുമൊക്കെ ചിലർ വല്ലാതെ കയറിയും ഇടപെട്ട് കളയും. അത് അത്ര ഒരു നല്ല ശീലമല്ല കേട്ടോ. മറ്റുള്ളവരുടെ കാര്യത്തിൽ നന്മ ചെയ്യാൻ ഇടപെട്ടുള്ളൂ, അത് നല്ല കാര്യമാണ്. എന്നാൽ വെറുപ്പിക്കൽ പ്രസ്ഥാനത്തിനായി നെഗറ്റീവ് കാര്യങ്ങളും പറഞ്ഞ് അവരുടെ ആഭ്യന്തര കാര്യങ്ങളിലേക്കും അതിൻ്റെ ഉള്ളറകളിലേക്കും കടന്നു കയറാതിരിക്കുക. വെറുപ്പിക്കലും ചൊറിയലുമൊക്കെ നമ്മുടെ മലയാളികൾ നല്ല ശീലമാണ്. പക്ഷേ പരമാവധി നമ്മൾ നോക്കണം, ഈ വെറുപ്പിക്കലും ചൊറിയലും കൊണ്ട് ഒരു സൗഹൃദത്തിൻ്റെ താമര നൂല് നിങ്ങൾക്ക് കെട്ടിയുണ്ടാക്കാൻ പറ്റില്ല, മുറിച്ച് കളയാനേ പറ്റൂ. അതുകൊണ്ട് പരമാവധി പോസിറ്റീവ് ആകുക, അന്യൻ്റെ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, മാറി നിന്ന്